ഹലോ എവരിവൺ, ഇന്നത്തെ നമ്മുടെ താരം ചക്കക്കുരുവാണ്. ചക്കക്കുരു വെച്ച് എങ്ങനെയാണ് നല്ല സ്വീറ്റായിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ നമുക്ക് ചക്കക്കുരു വെച്ച് നല്ല അടിപൊളി പായസവും ഒരു ലഡു ഉണ്ടാക്കിയിട്ട് വരാം. ചക്കക്കുരു പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം ചക്കക്കുരുവിൻ്റെ പുറമേയുള്ള ആ വെളുത്ത തൊലിയെല്ലാം കളഞ്ഞ് നന്നായി പുഴുങ്ങിയെടുക്കുക. വേവിച്ചെടുത്ത ചക്കക്കുരു നന്നായി ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കുക. ചക്കക്കുരു നന്നായി അരച്ചെടുക്കാൻ 2-3 സ്പൂൺ വെള്ളമൊഴിച്ച് നന്നായി പേസ്റ്റാക്കി എടുക്കുക. ശേഷം ഒരു കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ചക്കക്കുരു പേസ്റ്റ് നന്നായി ഇളക്കി എടുക്കുക. മധുരത്തിനാവശ്യമായ ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം. ചക്കക്കുരു പേസ്റ്റ് നെയ്യിൽ നന്നായി വഴറ്റിയെടുത്ത ശേഷം മധുരത്തിനാവശ്യമായ ശർക്കരപ്പാനി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. ശർക്കരപ്പാനി നന്നായി യോജിപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് പാലൊഴിച്ച് മിക്സ് ചെയ്യുക. ഈ പായസത്തിൽ നമുക്ക് തേങ്ങാപ്പാലോ പശുപാലോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം 2 പാൽ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. പാലെല്ലാം ചേർത്ത് പായസം ഇതുപോലെ നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും ഇട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ശേഷം നല്ല കട്ടിയുള്ള പാലെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാരയും പാലും പശുപാലും ചേർത്തും ഇതേപോലെ നമുക്ക് ഈ പായസം ഉണ്ടാക്കിയെടുക്കാം. പായസം തയ്യാറാക്കുമ്പോൾ കട്ടി കുറച്ച് തയ്യാറാക്കിയാൽ മതി. ചൂടാറും തോറും പായസത്തിൻ്റെ തിക്നെസ് കൂടി വരും. കുറച്ച് തേങ്ങയും കിസ്മിസും എല്ലാം നെയ്യിൽ വറുത്തെടുത്ത് നമുക്ക് പായസത്തിലേക്ക് കോരി ഒഴിക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ചക്കക്കുരു പായസം റെഡിയായി.
ചക്കക്കുരു ലഡു വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ചക്കക്കുരുവിൻ്റെ വെളുത്ത തൊലിയെല്ലാം റിമൂവ് ചെയ്ത് നന്നായി വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത ചക്കക്കുരു ചൂടാറിയ ശേഷം ഇതുപോലെ നന്നായി കൈവച്ച് ഒന്ന് മാഷ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ലഡുവിൽ മധുരത്തിന് ആവശ്യമായ ശർക്കര എടുക്കാം. ശർക്കരയ്ക്ക് പകരം നമുക്ക് ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഈത്തപ്പഴം അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ സിറപ്പോ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ശർക്കരയും ഈ വേവിച്ച ചക്കക്കുരുവും ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം. നന്നായി പേസ്റ്റ് ആവണ്ട, വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരു പാനിൽ നെയ്യ് ഒഴിച്ച ശേഷം അതിലേക്ക് 3 സ്പൂൺ തേങ്ങ ചിരകിയത് ഒന്ന് വറുത്തെടുക്കുക. തേങ്ങ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ ചക്കക്കുരുവിൻ്റെ പേസ്റ്റ് എടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. കുറച്ച് ജീരകപ്പൊടിയും ഏലക്കായയും ചേർത്ത് ഈ മിക്സ് നന്നായി യോജിപ്പിച്ചെടുക്കുക. ചൂടാറിയ ശേഷം അതിലേക്ക് 2-3 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. അപ്പോഴാണ് ആ ലഡുവിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അതിൽ വരിക. ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുത്ത ബോളുകൾ നമുക്ക് ചോക്ലേറ്റ് സിറപ്പിലും ഡിപ്പ് ചെയ്തെടുത്താൽ നമുക്ക് ചോക്കോ പോപ്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഉരുട്ടിയെടുത്ത ഈ ലഡുകളെല്ലാം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലോ അല്ലെങ്കിൽ പഞ്ചസാരപ്പൊടിയിലോ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ലഡു തയ്യാർ. ഇന്നുണ്ടാക്കിയ ഈ 2 വിഭവങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.